സന്ദീപ് വാര്യർ സഭാഷ്. ഒടുവിൽ സസ്പെൻസ് കൈവിടിഞ്ഞ് കൈ പിടിച്ചല്ലോ. നിരവധി രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയാവുകയാണ് പാലക്കാട്. ഇനി സന്ദീപ് വാര്യരെ ചാക്കിട്ട് പിടിക്കാനായി എത്തിയ AK ബാലൻ എന്ത് ചെയ്യും? പകരം ഞങ്ങൾ ചോദിക്കും. സന്ദീപ് വാര്യർ നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണെന്നും മാന്യനാണെന്നും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും ഗ്രേസ് മാർക്ക് നൽകിയിട്ടും അതൊന്നും പരിഗണിക്കാതെ ആ വാര്യർ ഇമ്മാതിരി പണി ചെയ്യുമെന്ന് കാറൽ മാർക്സ് മുത്തപ്പന് പോലും അറിവുണ്ടായിരുന്നിരിക്കില്ല. സന്ദീപ് വാര്യരെയും കാത്തിരുന്ന പാലക്കാട്ടെ സഖാക്കൾ എന്തായാലും ഇന്ന് വലിയ ദുഃഖത്തിലാണ്. സന്ദീപ് വാര്യർ വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്ന CPI-ക്കാരും കുറച്ച് വിഷമത്തിലാണ്. എന്നാലും AK ബാലൻ ക്യാമ്പിന്റെ വിഷമത്തിനൊപ്പം വരില്ല കേട്ടോ. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിൽ ഏറ്റവും ദുഃഖിതനായ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്, ജ്യോതികുമാർ ചാമക്കാല. ചാനൽ ചർച്ചകളിൽ അതിരുവിട്ട് കൊമ്പ് കോർത്തിരുന്ന ഇരു താരങ്ങളും ഒരു തട്ടകത്തിലെത്തിയതോടെ നല്ലൊരു എതിരാളിയെ നഷ്ടമായ വിഷമത്തിലാണ് ജ്യോതികുമാർ ചാമക്കാല. വർഗീയ ഫാസിസ്റ്റ് കൂടാരത്തിൽ നിന്നും താനിതാ മോചനം നേടിയിരിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആസ്ഥാനത്തെത്തിയ സന്ദീപ് പറയുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി കോൺഗ്രസിന്റെ സകലമാന നേതാക്കളും അണിനിരന്ന സദസ്സിൽ വെച്ചാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ചുരുക്കം ചില നേതാക്കൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യം. പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ് BJPയെ ഞെട്ടിച്ചുകൊണ്ട് സന്ദീപിന്റെ ഈ കോൺഗ്രസ് പ്രവേശനം. C കൃഷ്ണകുമാർ എന്ന BJP സ്ഥാനാർത്ഥിയുമായുള്ള വ്യക്തിപരമായ അകൽച്ചയാണ് സന്ദീപിന്റെ പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണമെങ്കിലും BJP അധ്യക്ഷൻ K സുരേന്ദ്രനുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന അകൽച്ചയാണ് സന്ദീപിനെ BJP വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ കേരളം കണ്ടത് വലിയൊരു കാലുമാറ്റത്തിന്റെ ചിത്രമായിരുന്നു. കോൺഗ്രസിന്റെ യുവമുഖമായിരുന്ന ഡോക്ടർ P സരീൻ കോൺഗ്രസ് പാളയം വിട്ട് ഇടതു പാളയത്തിലെത്തുകയും CPIM-ന്റെ ആശീർവാദത്തോടെ ഇടത് സ്വതന്ത്രനാവുകയും ചെയ്തു. കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി എന്നായിരുന്നു അന്നത്തെ വാർത്തകൾ. പിന്നീട് കാര്യങ്ങൾ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തരത്തിലുള്ള കാലുമാറ്റത്തിന്റെ കഥകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. BJP നേതൃത്വവുമായി അകന്നു നിൽക്കുകയായിരുന്ന BJP നേതാവ് സന്ദീപ് വാര്യർ ഏതു പാർട്ടിയിൽ ചേരുമെന്ന നീണ്ട ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പാർട്ടിയാണെന്ന് ഏറെ അഭിമാനത്തോടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. വെറുപ്പിന്റെ കട അടച്ച് സ്നേഹത്തിന്റെ പുതിയ കടയാണ് താൻ തുറന്നിരിക്കുന്നതെന്നാണ് സന്ദീപ് പറയുന്നത്. BJP വിട്ട് കോൺഗ്രസിൽ എത്തിയിരിക്കുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ഏത് ഗ്രൂപ്പിലാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഉപാധികളൊന്നുമില്ലാതെയാണ് ഞാൻ കോൺഗ്രസിൽ ചേർന്നതെന്നാണ് സന്ദീപ് പറയുന്നത്. K സുധാകരൻ ഗ്രൂപ്പാണോ, VD സതീശൻ ഗ്രൂപ്പാണോ, അതോ KC വേണുഗോപാൽ ഗ്രൂപ്പാണോ എന്ന് മാത്രമാണ് വ്യക്തമാകാനുള്ളത്. കൊടകര കേസും കരുവന്നൂർ കേസും വെച്ചു മാറിയെന്നാണ് സന്ദീപ് വാര്യരുടെ പ്രധാന ആരോപണം. ആകെ 2 ദിവസം മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ സന്ദീപ് എന്തെല്ലാം വെളിപ്പെടുത്തും? അതിനൊക്കെയുള്ള സമയം ഉണ്ടോ സന്ദീപ് ജി? എന്തായാലും പറയാനുള്ളതെല്ലാം പറയൂ, കേൾക്കാലോ, നമുക്കൊരു രസല്ലേ. കൊണ്ടും കൊടുത്തുമുള്ള ഒരു കളിയാണല്ലോ ഈ രാഷ്ട്രീയം. എന്തായാലും ചിറ്റപ്പൻ ചെയ്തതുപോലെ പുസ്തകം ഒന്നും എഴുതി ആളെ കുഴപ്പിച്ചില്ലല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. നമ്മളെയാണല്ലോ മച്ചമ്പി. മാസ് ഡയലോഗുമായി K മുരളീധരനെ BJP-യിലേക്ക് സ്വാഗതം ചെയ്ത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച BJP വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആ ചമ്മലൊന്നും പുറത്തു കാണിക്കാതെ സന്ദീപ് വാര്യരെ കോൺഗ്രസ് നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ നിർദ്ദേശം. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. സന്ദീപ് ഒന്നും അത്ര വലിയ നേതാവൊന്നും അല്ലെന്നും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അതൊക്കെ പിന്നെ പറയാമെന്നുമാണ് സുരേന്ദ്രന്റെ ഭാഗം. BJP-ക്കെതിരെ സന്ദീപിനെ നിർത്തി പോർമുഖം തുറന്നതോടെ പാലക്കാടൻ കാറ്റ് എങ്ങോട്ട് വീശുമെന്ന ജനങ്ങളുടെ ആകാംക്ഷയ്ക്ക് ഒന്നുകൂടി ആക്കം കൂട്ടുകയാണ് സുരേന്ദ്രന്റെ വാക്കുകൾ. അപ്പോ പിറകെ ഇനിയും എന്തൊക്കെയോ വരാനുണ്ടെന്നതും വ്യക്തം.